യുദ്ധം രണ്ടാഴ്ചയിലേക്ക് കടക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ലോകവ്യാപകമായി തന്നെ ഇന്ധനക്ഷാമം രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ അടക്കം ഈ ഇന്ധനക്ഷാമം ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഓർത്തെടുക്കേണ്ട ഒന്ന്, നേരത്തെ അജയ് സുധാ ബിജു റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരുപക്ഷെ ദക്ഷിണ കൊറിയയിലും ഉത്തര കൊറിയയിലും അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പലപ്പോഴും പുറത്തു പോകാറില്ല എന്നതാണ്. പല രാജ്യങ്ങളിലും നമുക്കറിയാം ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പരിമിതികൾ ഉണ്ട് എന്നതാണ്. അവരുടേത് മാത്രമായിട്ടുള്ള സെർച്ച് ആപ്പുകൾ മാത്രമാണ് ആ രാജ്യങ്ങളിൽ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉദാഹരണത്തിന് ഇപ്പോൾ ചൈന അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വലിയ ശേഖരം, കരുതൽ ശേഖരമുള്ള രാജ്യമാണ്. അത്തരത്തിൽ ക്രൂഡ് ഓയിലും ഒപ്പം LPGയും ഒക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന രാജ്യമാണ്. എങ്കിൽ പോലും ആ രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധി എന്നത് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കില്ല. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇവിടെ ഓർത്തെടുക്കാൻ പറ്റുന്നത് കോവിഡ് എന്ന മഹാമാരിയുടെ തുടക്കം ചൈനയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ പോലും ചൈനയിൽ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമല്ല. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല. അത് ജനാധിപത്യ രാജ്യത്തിന്റെ പട്ടികയിൽ പെടുന്നതാണ്. മാത്രവുമല്ല, ഏറ്റവും സുതാര്യമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്നത് ജനാധിപത്യപരമായി തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. തീർച്ചയായും ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം നടത്തുന്ന, അല്ലെങ്കിൽ ഇന്ധന ഉപയോഗം നടത്തുന്ന, LPG ഉപയോഗം നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ ആണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്നത് തീർച്ചയായും ഇന്ത്യയെ വലിയ തോതിൽ ആണ് ബാധിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അവിടെ നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഇന്ധന വില ഉയരുക എന്ന് പറയുമ്പോൾ, അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയരുമ്പോൾ അത് നേരിട്ട് ബാധിക്കാൻ പോകുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെ ആണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചാൽ അത് സ്വാഭാവികമായും രാജ്യത്ത് വലിയ തോതിൽ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുന്ന പശ്ചാത്തലം സൃഷ്ടിക്കും. കാരണം ഇന്ധന വില, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചാൽ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കൂടും. ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കൂടിയാൽ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിലവിൽ തന്നെ നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഈ ഇന്ധനം എന്നത് പെട്രോൾ, ഡീസൽ എന്ന വാഹന ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉള്ള ഒന്നല്ല. നിരവധിയായ വ്യവസായങ്ങൾ ഇപ്പോഴും അതിന് അടിസ്ഥാനമായിട്ടുള്ള ഇന്ധനം പലപ്പോഴും ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ഇന്ധനം ആണ്, രാസവള നിർമ്മാണത്തിൽ അടക്കം. മാത്രമല്ല, ഇപ്പോൾ തന്നെ കേരളത്തിലെ ഹോട്ടലുകളിൽ അടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട്. അവിടെ നിരവധിയായ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പൊതുവിൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് വിലക്കയറ്റം കൂടി രൂക്ഷമായാൽ അത് ജീവിത സാഹചര്യങ്ങളെ തകിടം മറിക്കും എന്നതിൽ തർക്കമില്ല. എങ്ങനെയാണ് ഇപ്പോഴത്തെ യുദ്ധം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ, അതിൻ്റെ ക്രൂഡ് ഓയിൽ വിപണിയെ ബാധിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ലോകത്ത് തന്നെ ക്രൂഡ് ഓയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ആണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരു വർഷത്തെ ക്രൂഡ് ഓയിലിൻ്റെ ഉപയോഗം എന്നത് 233.3 മില്യൺ മെട്രിക് ടൺ ആണ് എന്നതാണ്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആണ് വരുന്നത്. ഈ കണക്കനുസരിച്ചാണ് ഇന്ത്യയുടെ വാർഷിക ഉപയോഗം 233.3 മില്യൺ ടൺ എന്നതാണ് ഈ കണക്കുകൾ. അതായത് ഒരു വർഷം ഇത്രയധികം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ഉപയോഗം എന്നത്, അതായത് ഇന്ത്യയിൽ ഒരു ദിവസം 55 ലക്ഷം ബാരൽ പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത് എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇവിടെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. ഈ കഴിഞ്ഞ, അതായത് യുദ്ധത്തിന് മുമ്പ് വരെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 60 എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൽ താഴെ നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത് $100 എത്തി നിൽക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില ഒരു പക്ഷേ 150 ബാരൽ വരെയൊക്കെ ഉയർന്നേക്കാം എന്ന് ചില നിരീക്ഷണങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും എണ്ണ ഉൽപ്പാദനം നിർത്തിവെച്ച ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നതാണ് കാരണം. അപ്പോൾ സ്വാഭാവികമായും ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഒരു ദിവസം 55 ലക്ഷം ബാരൽ ആണ് ഉപയോഗിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നത് രാജ്യത്തെ പെട്രോൾ പമ്പുകളുടെ എണ്ണം എന്നതാണ്. ഒരു പരിധിവരെ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ പോലും അത് വളരെ കുറച്ച് ശതമാനം എന്നതാണ് പ്രേക്ഷകരെ എടുത്തു പറയേണ്ടത്. രാജ്യത്തെ പെട്രോൾ പമ്പുകളുടെ എണ്ണം പരിശോധിച്ചാൽ 1 ലക്ഷത്തിന് മുകളിൽ പെട്രോൾ പമ്പുകൾ ആണ് ഉള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 55 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ നിന്ന് ആണ് പെട്രോളും ഡീസലും ഒക്കെ വേർതിരിച്ചെടുക്കുന്നത് എങ്കിൽ രാജ്യത്തെ 1 ലക്ഷം പെട്രോൾ പമ്പുകളിലൂടെ ആണ് ഈ പെട്രോൾ ഡീസൽ ഉപയോഗം നടക്കുന്നത് എന്നതാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റയിലേക്ക് പോകുന്നത്. ഇത്രയധികം
പെട്രോൾ ഡീസൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ രാജ്യത്ത് 90%, അതായത് രാജ്യത്തെ ക്രൂഡ് ഓയിലിൻ്റെ 90% രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഊർജ ആവശ്യത്തിന് 10% മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഈ ഓയിൽ നിർമ്മാണം, ക്രൂഡ് ഓയിലിൻ്റെ നിർമ്മാണം സാധ്യമാകുന്നുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ടത്. 40 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അതാണ് നമ്മൾ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞതാണ്. റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്തിരുന്നത്. ഏതാണ്ട് 30% ക്രൂഡ് ഓയിൽ ആണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നത്. അത് അവസാനിപ്പിക്കണം എന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. അതിൻ്റെ പേരിൽ ആയിരുന്നു അമേരിക്ക ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുകയും ചെയ്തത്. പക്ഷേ റഷ്യയുമായി അങ്ങനെ വളരെ പെട്ടെന്ന് ഈ ക്രൂഡ് ഓയിൽ ബന്ധം ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. എങ്കിൽ പോലും ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയിൽ കുറവുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമാകുന്നത് റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 40 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കുവൈറ്റ് അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. ആ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടക്കമാണ് ഇന്ത്യ ഇവിടെ എത്തിക്കുന്നത്. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഓർക്കേണ്ടത് ഇതിലേറ്റവും നിർണായകമാകുന്ന ഒന്ന് എന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് ആണ് ഇപ്പോൾ അടച്ചിട്ടുള്ളത്. ലോകത്ത് തന്നെ എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ചരക്ക് നീക്കത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ ആണ് എങ്കിൽ പോലും നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാതിരിക്കാൻ കാരണം അതിൽ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഓയിലിൻ്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് 30% മാത്രം എന്നതാണ്. ഒരു പക്ഷേ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിനെയാണ് ഇന്ത്യ അധികമായും ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് അല്ലെങ്കിൽ വരവിന് ആശ്രയിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായും ഈ സമയത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വലിയ തോതിൽ വർദ്ധിക്കുമായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചാൽ പോലും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വരവിൻ്റെ 30% മാത്രമാണ് അത് ബാധിക്കാൻ പോകുന്നത്. ആ 30% നമ്മൾ ചെറിയ ഒരു കണക്കായി കാണേണ്ടതില്ല. എങ്കിലും ഇപ്പോൾ ഇത്രമേൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാഹന ഉപയോഗം കൂടുതൽ ഉള്ളവരാണ്. ഒരു 2 വീലർ എങ്കിലും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ദിവസവും പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടാവും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കുത്തനെ കൂടുമോ? അതല്ല എങ്കിൽ ഒരു സംശയമുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടാകുമ്പോഴും ക്രൂഡ് ഓയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കാത്തത് വലിയ തോതിൽ എന്നതാണ്. നിലവിൽ ഒരു കരുതൽ ശേഖരം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിനെ അല്ല ഇന്ത്യ പ്രധാനമായും ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ആശ്രയിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വലിയ തോതിൽ വർധനവ് ഉണ്ടാകാത്തത്. പശ്ചിമേഷ്യയിലെ യുദ്ധം എന്നാൽ LPGയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നതാണ് പ്രേക്ഷകരെ എടുത്തു പറയേണ്ടത്. ഈ യുദ്ധം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ ആണ് കടന്നു പോകുന്നത്. കാരണം വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ LPGയെക്കുറിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.